തമിഴ്നാട് മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി 4 MLA-മാർ കഴിഞ്ഞ ദിവസം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സെന്തിൽ ബാലാജി, ഗോവി ചെഴിയൻ, SM നാസർ, R രാജേന്ദ്രൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വൈകിട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ. നിലവിലെ സർക്കാരിൽ മന്ത്രിയായതുകൊണ്ട് തന്നെ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതില്ല. തന്റെ 46-ാം വയസ്സിലാണ് ഉദയനിധി സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാകുന്നത്. 56-ാം വയസ്സിൽ 2009-ലായിരുന്നു ഉദയനിധിയുടെ പിതാവും മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ ആദ്യമായി തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായത്. 2021-ൽ MLA-യായി വിജയിച്ചതോടെ തന്നെ ഉദയനിധി സ്റ്റാലിൻ DMK സർക്കാരിൽ നിർണായക പദവികൾ വഹിക്കുമെന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ സ്റ്റാലിൻ പരിഗണിച്ചിരുന്നില്ല. പിന്നീട് അത്രയും പ്രധാനമല്ലാത്ത കായിക വകുപ്പ് നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. എന്നാൽ സുപ്രധാന പദവികൾ നൽകുന്നതിന് മുന്നോടിയായുള്ള കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് ഇതെന്ന തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ DMK മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് ഉദയനിധി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം പാർട്ടിയിലും ഉയർന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദ്യം ഉയർത്തിയപ്പോൾ ഇത്തരം വാർത്തകളെ തള്ളുകയാണ് സ്റ്റാലിൻ ചെയ്തത്. അതേസമയം കഴിഞ്ഞ ദിവസം ED കേസിൽ മുൻ മന്ത്രിയായിരുന്ന ബാലാജിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതോടെ ഉടൻ പുനഃസംഘടനയുണ്ടാകുമെന്ന വിലയിരുത്തലുകൾ ശക്തമായി. ഇതിന് പിന്നാലെയാണ് ഉദയനിധിയെയും ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പുനഃസംഘടന DMK പൂർത്തിയാക്കിയത്. തന്നെ സംബന്ധിച്ച് ഉപമുഖ്യമന്ത്രി പദവി വെറും പദവിയല്ലെന്നും വലിയൊരു ഉത്തരവാദിത്തമാണെന്നും ഉദയനിധി പ്രതികരിച്ചു. പദവി ഏറ്റെടുക്കുന്നതിനു മുൻപ് അദ്ദേഹം തന്റെ മുത്തച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ M കരുണാനിധിയുടെ സ്മാരകവും പെരിയാറിന്റെ സ്മാരകവും സന്ദർശിച്ചിരുന്നു. അതേസമയം മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തിയ സെന്തിൽ ബാലാജിക്ക് തന്റെ പഴയ വകുപ്പായ എക്സൈസിനൊപ്പം വൈദ്യുതിയും നൽകിയിട്ടുണ്ട്. ചെഴിയാന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും നാസറിന് ന്യൂനപക്ഷ വകുപ്പിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത്. രാജേന്ദ്രന് ടൂറിസം വകുപ്പിന്റെ ചുമതലയാണുള്ളത്. അതിനിടെ ഉദയനിധിയുടെ നിയമനത്തിനെതിരെ BJP-യും AIADMK-യും രംഗത്ത് വന്നു. രാജകുമാരൻ എന്നായിരുന്നു AIADMK വക്താവ് കോവൈ സത്യൻ ഉദയനിധിയെ പരിഹസിച്ചത്. 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ DMK-യുടെ പതനത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഇതെന്ന് കോവൈ സത്യൻ പ്രതികരിച്ചിരുന്നു. ജനാധിപത്യത്തിന്റെ പേരിൽ കുടുംബാധിപത്യമാണ് DMK-യിൽ നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം തമിഴ് രാഷ്ട്രീയം സിനിമാ താരങ്ങളുമായി വളരെ കെട്ടുപിടഞ്ഞു കിടക്കുന്നതാണ്. സൂപ്പർ താരങ്ങളെ രാഷ്ട്രീയത്തിൽ വളരെ അനായാസമായി വിജയിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്നത് കേവലം ഒരു മിഥ്യധാരണയാണ്. അഭിനയ കുലപതി ശിവാജി ഗണേശൻ 1998-ൽ ആരംഭിച്ച തമിഴാംഗ മുന്നേറ്റ മുന്നണി പോലും വലിയ പരാജയമായിരുന്നു. 89-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ജനപ്രീതിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന ശിവാജി ഗണേശൻ അടക്കം പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട സൂപ്പർ താരം രജനീകാന്തും ഉലകനായകൻ കമൽഹാസനും രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോൾ വിജയ് തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുമായി രാഷ്ട്രീയ ഗോതയിലേക്ക് കടന്നു വന്നത്. വളരെ കാലമായി തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം രജനീകാന്തിനെയും കമൽഹാസനെയും അപേക്ഷിച്ച് കൂടുതൽ ജനകീയമായിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി പദവി എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയ്ക്ക് നിരവധി വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതുണ്ട്. തന്റെ സൂപ്പർ താര പദവിയെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ പിന്തുണയുമായി പരിവർത്തിപ്പിക്കാൻ സാധിക്കണം. ഫാൻസ് അസോസിയേഷനായി പ്രവർത്തിച്ചിരുന്ന ആരാധക സംഘത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനത്തിൽ അച്ചടക്കത്തോടെ പരിവർത്തിപ്പിക്കാൻ മികച്ച സംഘാടനം തന്നെ ആവശ്യമാണ്. കൂടാതെ സംസ്ഥാനത്തെ പ്രധാന ശക്തികളായ DMK, ADMK തുടങ്ങിയ പാർട്ടികളോടും BJP, കോൺഗ്രസ് പോലുള്ള ദേശീയ പാർട്ടികളോടുമൊക്കെ വിജയ് ഇനി വലിയ യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും.